أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 222 വചനമാണ് നിങ്ങൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ബഹുദൈവ വിശ്വാസിനികളെ അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. വിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്വതന്ത്ര സ്ത്രീയേക്കാൾ തീർച്ചയായും ഉത്തമയാകുന്നു. അവൾ നിങ്ങൾക്ക് എത്ര തന്നെ കൗതുകം ജനിപ്പിച്ചാലും ശരി. അപ്രകാരം തന്നെ ബഹുദൈവ വിശ്വാസികൾക്ക് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നത് വരെ മുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. വിശ്വാസിയായ ഒരു അടിമ സ്വതന്ത്രനായ ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ തീർച്ചയായും ഉത്തമനാണ്. അവൻ നിങ്ങൾക്ക് എത്ര തന്നെ കൗതുകമുളവാക്കിയാലും ശരി. അക്കൂട്ടർ നരകാഗ്നിയിലേക്ക് വിളിക്കുന്നു. അല്ലാഹു ആകട്ടെ തൻ്റെ വിധിപ്രകാരം സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കുമാണ് ക്ഷണിക്കുന്നത്. അവൻ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അവർ ഉപദേശം സ്വീകരിക്കുന്നതിന് വേണ്ടി. സയ്യിദ്നാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: അള്ളാഹു കൽപ്പിക്കുന്നു, ബഹുദൈവാരാധകരായ സ്ത്രീകൾ വിശ്വസിക്കുന്നത് വരെ അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അതായത് യുദ്ധത്തിൽ മുശ്രിക് ബഹുദൈവാരാധകരായ സ്ത്രീകൾ തടവുകാരായി വന്നാൽ പോലും അവർ ഈമാൻ വിശ്വാസം കൈക്കൊള്ളുന്നതുവരെ അവരെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. എന്നാൽ അവർ വിശ്വസിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം. ഈ കൽപ്പന യുദ്ധകാലത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നൽകിയിട്ടുള്ളത്. കാരണം യുദ്ധകാലത്ത് മുസ്ലിങ്ങൾ ദീർഘകാലം വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മുശ്രിക് സ്ത്രീയോട് വിവാഹ താൽപ്പര്യം തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒരു മുശ്രിക് സ്ത്രീയേക്കാൾ നല്ലവൾ ഒരു മുഅ്മിനായ വിശ്വാസിനിയായ അടിമ സ്ത്രീയാണ്. കാരണം മുശ്രിക് സ്ത്രീ എത്ര തന്നെ സ്വതന്ത്രയും സമ്പന്നയുമാണെങ്കിലും അവളുടെ ശരീരം മാത്രമേ അടിമയായിട്ടുള്ളൂ. എന്നാൽ അവളുടെ ആത്മാവ് പിശാചിൻ്റെ അടിമത്തത്തിലാണ്. നേരെമറിച്ച് ഒരു മുഅ്മിനായ അടിമ സ്ത്രീയുടെ ശരീരം അടിമത്തത്തിലാണെങ്കിലും അവളുടെ ആത്മാവ് സ്വതന്ത്രമാണ്. അതിനാൽ ആത്മീയ അടിമത്തത്തിന് മുന്നിൽ ശാരീരിക അടിമത്തത്തിന് ഒരു വിലയുമില്ല. ഇതേ നിയമം തന്നെയാണ് മുഅ്മിനുകളായ സ്ത്രീകൾക്കും ബാധകം. മുശ്രിക്കുകളായ പുരുഷന്മാർ വിശ്വസിക്കുന്നതുവരെ അവർക്ക് മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത്. തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു എന്തുകൊണ്ടാണ് ഈ നിയമം നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, അവർ മുശ്രിക്കുകൾ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതായത് ഒരു മുശ്രിക് സ്ത്രീ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഭാര്യയായി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ഒരു മുശ്രിക് പുരുഷൻ്റെ അടുത്തേക്ക് വിവാഹം കഴിക്കപ്പെട്ടു പോകുമ്പോഴോ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് വളരെ ആഴത്തിലുള്ള ഒന്നായതിനാൽ അത് പരസ്പരം മതപരമായ കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇതിൻ്റെ ഫലം അവർ നിങ്ങളെ ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇടയാക്കും എന്നതാണ്. അതിനാൽ മുശ്രിക്കുകളായ സ്ത്രീകളുമായോ പുരുഷന്മാരുമായോ ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. അല്ലാത്തപക്ഷം അതിൻ്റെ അനന്തരഫലം അവർ നിങ്ങളെ ദൈവഭയത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും അകറ്റി നരകത്തിലേക്ക് നയിക്കും എന്നതായിരിക്കും. അവർ നിങ്ങളെ ആ രീതിയിലാക്കാൻ ശ്രമിക്കും.
എന്നാൽ അള്ളാഹു നിങ്ങൾ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കുമാണ്. സ്വർഗം എന്നത് ഹൃദയങ്ങളിൽ നിന്ന് എല്ലാത്തരം വിദ്വേഷങ്ങളും നീക്കപ്പെടുന്ന ഒരിടമാണ്. എന്നാൽ ഒരു മുശ്രിക് പുരുഷനും ഒരു മുഅ്മിനായ സ്ത്രീയും, അല്ലെങ്കിൽ ഒരു മുശ്രിക് സ്ത്രീയും ഒരു മുഅ്മിനായ പുരുഷനും ഒരിക്കലും ഒരു കാര്യത്തിലും ഒരുമിച്ച് പോവുകയില്ല. കാരണം തൗഹീദ് ഏകദൈവ വിശ്വാസവും ഷിർക്ക് ബഹുദൈവാരാധനയും തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. അവരുടെ വിശ്വാസങ്ങളിലും സംസ്കാരങ്ങളിലും ജീവിത രീതികളിലും യാതൊരു യോജിപ്പും ഉണ്ടാവുകയില്ല. തന്മൂലം അവരുടെ കുടുംബജീവിതം എങ്ങനെ സമാധാനപൂർണമാകും? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ശർഈയായ ഇസ്ലാമിക നിയമപരമായ ഭാഷയിൽ മുശ്രിക് എന്ന് പറയുന്നത് യാതൊരു വേദഗ്രന്ഥവുമില്ലാത്ത ജനവിഭാഗങ്ങളെയാണ്, അതായത് വിഗ്രഹാരാധകർ. അഹ്ലുൽ കിതാബ്, വേദക്കാർ, യഹൂദരും ക്രിസ്ത്യാനികളും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ബിഇദ്നിഹി, അവൻ്റെ അനുമതിയോടെ, ഉത്തരവോടെ എന്ന പദം അള്ളാഹു തൻ്റെ സവിശേഷമായ ആസൂത്രണത്തിലൂടെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്. അത് പൊതുവായ വിധിപ്രകാരമോ അല്ലെങ്കിൽ പ്രത്യേകമായ വിധിപ്രകാരമോ ആകാം. ഇതിനർത്ഥം അള്ളാഹു പ്രകൃതി നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുമെന്നല്ല, മറിച്ച് അവൻ തൻ്റെ സവിശേഷമായ കൽപ്പനയിലൂടെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈ പദം ഈയൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനമായി മനുഷ്യർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവൻ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ഈ വിവാഹ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ ചുമതല ഈ നിയമം മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണ്. ശത്രുവിൻ്റെ വിദ്വേഷം മനുഷ്യനെ അന്ധനാക്കി മാറ്റുന്ന യുദ്ധവേളകളിൽ പോലും സർവശക്തനായ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.